ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു 3.5-4 മാസത്തോളമായിട്ടുണ്ട് കേട്ടോ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് ഒത്തിരി കമൻറ്റ്സ് വരാറുണ്ട്, ലോങ് വീഡിയോസ് എന്താ ചെയ്യാത്തത്. ഇൻസ്റ്റയിലാണെങ്കിലും വരാറുണ്ട് കേട്ടോ, പ്രൈവറ്റ് മെസ്സേജസ് ആയിട്ട് വരാറുണ്ട്, എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ചെയ്യാത്തത്, ലോങ് വീഡിയോസ് വ്ളോഗുകൾ ഡെയിലി വ്ളോഗ്സുകൾ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഞാനപ്പോൾ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒന്നാമത് മടിയാണ്, കാരണം നമുക്ക് കാണാൻ ആളുണ്ടാവില്ല നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മെയിനായിട്ട് ചെയ്യാതെ. പിന്നെ ഷോർട്ട് വീഡിയോസ് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു. അതാകുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ നമ്മൾ ഇട്ട് പോകുന്നതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എവിടെ ചെല്ലി ഇന്നിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇന്നൊരു ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി, ഒരു ഡെയിലി വ്ളോഗ് പോലെ ഒരെണ്ണം എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അന്തോട്ടൻ എൻ്റെ കൂടെയുണ്ട്. അവൻ എക്സാമാണ്, എക്സാം ഉച്ചയ്ക്ക് പോയാൽ മതി, ഇപ്പോൾ 1 മണിയാകുമ്പോൾ പോയാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ അവനുണ്ട്, അവൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വ്ളോഗ് എടുക്കണ ഇറങ്ങി വന്നതാണ്. ഏട്ടൻ പോകാൻ ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് ഏട്ടൻ വിളിച്ചായിരുന്നു, അവനങ്ങ് പോയതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു എന്താ പറയുക, ഒരു ഡെയിലി വ്ളോഗ് പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സമയം ഇപ്പോൾ 10 മണിയായി. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും എന്താ പറയുക, അധികം നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം നമ്മുടെ വ്ളോഗ്സ് കാണാൻ അധികം ആൾക്കാരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മടിയാവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനും ഇതുപോലെ വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ അത്രയും നമ്മൾ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വ്ളോഗ്സ് ഇടാത്തത്. എന്നാലും ഇടയ്ക്കും തിരക്കൊക്കെ ഇതുപോലെ, ഇനി അധികം വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇതുപോലൊരു വ്ളോഗ് ഇടുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ കേട്ടോ. സാധാരണ ഏട്ടൻ എല്ലാ വണ്ടികളെയും എപ്പോഴും കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തുടച്ച് വൃത്തിയാക്കി കൊണ്ടു നടക്കുന്ന ആളാണ്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആൾ ഓർത്തത് തന്നെ, അയ്യോ വണ്ടി കഴുകിയില്ലല്ലോ എന്ന്. അനന്തൂട്ടനുള്ളതുകൊണ്ട് അവനെ കൊണ്ട് കഴിയിക്കണതാണ് ഈ കാണുന്നത്. കൂട്ടത്തിൽ എനിക്കും ഇച്ചിരി പണി തന്നു. പിന്നെ എനിക്ക് ബാക്ക് പെയിനായിട്ട് ഞാനിങ്ങനെ ഇരിക്കണതുകൊണ്ട് എനിക്ക് വലിയ പണി ഇല്ല. അപ്പോൾ അവൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഇത്തിരി വെള്ളം എടുക്കാനേ പറഞ്ഞോളൂ എന്നോട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അവനോട് എടാ അമ്മയ്ക്ക് ഭാരം പൊക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞിരിക്കുക. പിന്നെയും കുറച്ച് കാര്യങ്ങൾ അവൻ എന്താ പറയുക, ഇതൊക്കെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏട്ടനപ്പം തന്നെ പോയി കേട്ടോ. പിന്നെ ഉള്ളത് നമുക്കിതാ ക്ലീനിങ് ആണ്. എപ്പോഴാണെങ്കിലും ക്ലീനിങ് എനിക്ക് തന്നെ പറഞ്ഞിട്ടുള്ള പണിയാണ്. മക്കളെ കൂട്ടത്തിൽ സഹായിക്കുമെങ്കിലും ഇപ്പോൾ പാറക്കുട്ടിയാണെങ്കിൽ ക്ലാസ്സിൽ പോയി, പിന്നെ അനന്തൂട്ടനാണെങ്കിൽ എക്സാം ആയതുകൊണ്ട് അവൻ പഠിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഫോൺ വെച്ചിട്ടാണോ പഠിക്കുന്നതെന്ന്. അല്ല കേട്ടോ, അവൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കാണുന്നത് ലൈവ് ക്ലാസ്സുകളുണ്ട്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ടേബിൾ എനിക്കൊന്ന് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ഹെൽപ്പ് ഞാൻ ചോദിച്ചതാണ്. പിന്നെ മക്കൾ തീരെ ചെറിയ കുട്ടികളല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയൊക്കെ ഇടും. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ലീനിങ്ങും എന്താ പറയുക അടിച്ചു വാരലും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അത് ഡെയിലി ചെയ്യേണ്ടി വരുന്നതാണല്ലോ. ഞാൻ അടിച്ചു വാരി തുടയ്ക്കുന്ന സമയത്ത്, തുടയ്ക്കല്ല കേട്ടോ സോറി, അടിച്ചു വാരുന്ന ടൈമിൽ എങ്ങനെ വന്നാലും അവിടെ ഇവിടേക്കായിട്ട് ഇതുപോലെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കാണാൻ പൊടി. എവിടെ നിന്ന് ഇത്രയും പൊടികളൊക്കെ കയറിയിരിക്കണമെന്ന് എനിക്കറിയില്ല. വീക്ക്ലി വൺസ് എനിക്ക് ദീപ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദീപയാണ് വന്ന് തുടച്ച് ഒക്കെ വൃത്തിയാക്കി തന്നിട്ട് പോകുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ, ബാക്കി ദിവസങ്ങളിലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടിക്കുന്ന സമയത്ത് ഇതുപോലെ എവിടെയെങ്കിലും പൊടികളൊക്കെ കാണുമ്പോൾ അപ്പം അങ്ങനെ തുടച്ചങ്ങോട്ട് മാറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ അവിടെ ഇരിക്കണേയും കാണാം. അപ്പം ഞാനും വിചാരിക്കും തേപ്പിട്ടെന്നാണ് ഈ വലിഞ്ഞ് കയറി ഈ പൊടികളൊക്കെ വരണേന്ന് വിചാരിക്കും. പിന്നെ ഉള്ളത് കിച്ചണാണ്. കിച്ചൺ ടേബിൾ ടോപ്പ് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് എനിക്ക് എത്ര തുടച്ചാലും ഇങ്ങനെ എന്താ പറയുക മതിയാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം നാനോ വൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ തുടച്ച് മാറ്റാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2 ഇയറായിട്ടും വലിയ കറകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണ്. കാരണം പരമാവധി ആ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ 10-15 പ്രാവശ്യമൊക്കെ ഞാൻ ഒരു ദിവസം തുടയ്ക്കും, കണ്ടിന്യൂസ്ലി ഇങ്ങനെ തുടയ്ക്കും. ഇനി എന്തെങ്കിലും വീണാൽ അപ്പം തന്നെ തുടയ്ക്കും. അങ്ങനെ തുടച്ചാണ് ഇങ്ങനെ ഞാൻ ഈ ക്ലീൻ ആക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ആ ടൈമിലേക്കാണ് കറക്റ്റ് ടൈമിൽ എനിക്ക് ഗ്യാസ് വന്നത്. ആ ദിവസം തന്നെയാണ് എനിക്ക് ഗ്യാസ് തീർന്നു. രാവിലെ ഗ്യാസ് തീർന്നു. കറക്റ്റ് ടൈമിൽ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു. അപ്പോഴത്തേക്കും എനിക്ക് ഉച്ചയായപ്പോഴേക്കും കിട്ടിയിട്ട് 1 മണി 1:30 മണിയായപ്പോഴേക്കും എനിക്ക് ഗ്യാസ് കിട്ടി. അത് എടുത്തു വയ്ക്കാൻ പറ്റത്തില്ല, കാരണം നിറച്ച കുറ്റിയല്ലേ. അപ്പോൾ എനിക്കതുകൊണ്ട് ഒറ്റയ്ക്ക് അത് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈവനിങ്ങിൽ അനന്തോട്ടം വന്നാൽ മാത്രമേ എനിക്കതൊന്ന് പൊക്കി കൊണ്ടുവന്ന് എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ, അത്യാവശ്യം ഇപ്പോൾ ഗ്യാസ് ഇല്ല എങ്കിലും നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഉള്ളതുകൊണ്ട് നമുക്ക് സെറ്റാകും. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിലും അതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി മുറ്റമടിയാണ്. മുറ്റമടിക്കാൻ ഇത്രയും ഇത് എന്താ പറയുക, ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരെ പറഞ്ഞു ഇത്
പിന്നെയും കുനിയുന്നുണ്ടല്ലോ, ഇത് യൂസ് ചെയ്തിട്ട്, ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടും പിന്നെയും കുനിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി അല്ലെങ്കിൽ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ഇവിടുന്ന് മുതൽ എക്സ്ട്രാ ഇത്രയും കൂടി കുറച്ചും കൂടി എടാ ഇവിടുന്ന് മുതൽ ഇങ്ങോട്ടുള്ളത് ഇത് പഴയ ഇവിടെ ഇരുന്നൊരു വാക്വം ക്ലീനറിൻ്റെ ബാലൻസ് പൈപ്പാണ്. അപ്പോൾ അത് ഏട്ടൻ എനിക്ക് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിതാണ്ട ഇങ്ങനെ, അപ്പോൾ ഇനി ഒട്ടും കുഞ്ഞണ്ട, ഇങ്ങനെ നിന്നാൽ മതി, കുറച്ചുകൂടി സുഖമാണ് ഇത് വെച്ചപ്പോൾ. കാരണം ഇതിൻ്റെ ഇടയിലുള്ള മണ്ണ് പൊടിയോ അങ്ങനെയൊക്കെ അതുവരെ നമുക്ക് ഇതിന് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ ഒരു സംഭവം. ഇത് ഈ ഒരു എക്സ്റ്റൻഷൻ ഇങ്ങനെ ഇത് വെച്ചപ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാനിത് ചെയ്ത് കാണിച്ചു തരാവേ. ഈ കാണുന്നതാണ് നമ്മുടെ എക്സ്റ്റൻഷൻ വയർ. ഇത് എത്ര മീറ്റർ ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബ്ലോവർ നമ്മൾ യൂസ് ചെയ്യണത്. ഇത് എത്ര മീറ്റർ ആണെന്ന് ഓർക്കുന്നില്ല ഞാൻ, ഏട്ടനാണ് വാങ്ങിക്കൊണ്ട് തന്നെ. അപ്പോൾ ഇത് എനിക്ക് 2 സ്ഥലത്ത് വെച്ചാൽ മതിയാവും. അതിപ്പോൾ ഇപ്പോൾ ഈ കിച്ചണിൻ്റെ ബാക്ക് സൈഡിൽ കുത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് അവിടം വരെ എനിക്ക് എത്തിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇത് ഊരിയിട്ട് ഫ്രണ്ടിലെ റൂമിൽ അവിടെ കുത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മുതൽ ഫ്രണ്ടിൽ മുതൽ എനിക്ക് അങ്ങറ്റം വരെ, മീൻസ് നമ്മുടെ ഭരണി ഇരിക്കുന്ന ഗേറ്റ് വരെ എനിക്ക് ഇതുകൊണ്ട് യൂസ്ഫുള്ളാണ്. അങ്ങനെ 2 പ്രാവശ്യം ഇത് മാറ്റി കുത്തിയാൽ മതിയാവും. എന്തായാലും എക്സ്റ്റൻഷൻ വയറില്ലാതെ എന്തായാലും നടക്കില്ല, കാരണം ഇതിൻ്റെ വയറിന് വളരെ കുറച്ച് നീളമേ ഉള്ളൂ. ബട്ട് എക്സ്റ്റൻഷൻ വയർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് ഈ കംപ്ലീറ്റ് ഏരിയാസും എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. മുറ്റമടിച്ച് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് എന്നെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നടുവേദനയൊക്കെ എടുത്തിരിക്കുന്ന ടൈമിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഷോർട്ടിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടുവിലങ്ങിയിരിക്കുന്നൊരു കാര്യം. ആ പെയിൻ എനിക്കിപ്പോഴും ഉണ്ട്. എന്നാൽ അത്രയില്ല കേട്ടോ. ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം ആശ്വാസമുണ്ട്. എന്നാൽ പോലും ഭാരം എടുക്കരുതെന്നോ കുനിഞ്ഞ് നിന്ന് പണിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തൽക്കാലം പോസിബിൾ ആവില്ല. ഈ സമയത്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോവറിൻ്റെ ഒരു ഉപകാരം എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇനി ഇത് പറ്റില്ല എങ്കിൽ പോലും നമുക്ക് ചൂല് വെച്ച് അടിച്ചു വരാം. പക്ഷേ ഇപ്പോൾ ഈ ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു മഴക്കാലത്ത് യൂസ്ഫുൾ ആവുമോ എന്നുള്ളത്. ശരിക്കും ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടല്ലേ ഉള്ളൂ. മഴക്കാലത്ത് നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. കൂടുതൽ വെള്ളമൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇലകൾ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. എന്നാലും ഏറെക്കുറെ പോകുമെന്ന്, കാരണം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ പറയാൻ നിറച്ച് ജാതിമരവും പ്ലാവ്, മാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. റംബൂട്ടാൻ ഇപ്പോൾ അവിടെയൊക്കെ നിൽക്കുന്നത് റംബൂട്ടാനാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നിറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട്. എനിക്കിത് യൂസ് ചെയ്യാതെ പറ്റത്തില്ല. ഇത് ഒന്നരാടം വെച്ച് അടിക്കുകയും വേണം. എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ബാക്ക് പെയിനൊക്കെ ആയതുകൊണ്ട് 2 ദിവസം ഞാൻ മുറ്റം അടിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും ഇലകൾ ഇവിടെ വീണ് കിടക്കാനായിട്ട് കാരണം. ഇത് വെച്ച് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, പെട്ടെന്ന് പണി കഴിയും. അതേപോലെ ശരിക്കും വൃത്തിയാവുകയും ചെയ്യും. നമ്മുടെ നടുവും കളയണ്ട. അങ്ങനെ ഒരു ഉപകാരം എന്തായാലും ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ബാക്ക് പെയിൻ ഇരിക്കുന്ന ടൈമിൽ. അടിച്ചു വാരി പൂർത്തിയാക്കുന്നതിന് മുൻപ് സ്കൂളിൽ നിന്നുള്ള കോള് വന്നു, പാർക്കുട്ടീനെ പോയി കൊണ്ടുവരണം എന്നുള്ളത്. 19-ാം തീയതി ഈ കമ്മിങ് ഫ്രൈഡേ അവൾക്ക് ആനുവൽ ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ അവൾക്ക് ഡാൻസിനുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് ഒരു 5 മണി വരെ അവർ സ്കൂളിൽ നിന്നിട്ട് കൂടുതലായിട്ടുള്ള ഓവർ ടൈം പ്രാക്ടീസിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ അവളെ പോയി കൊണ്ടുവരികയാണ് ചെയ്യണത്. അപ്പോൾ അവൾ ആ ടൈമിലാകുമ്പോൾ വരാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ അങ്ങനെ 5 മണി വരെയാണ് ടൈം. അപ്പോൾ നമ്മൾ പോയി, ഞാനും അനന്തൂട്ടിനും ഉണ്ട്, 2 പേരും കൂടി പോയിട്ട് അവളെ കൊണ്ടുവരുന്ന രംഗമാണ് ഈ കാണുന്നത്. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നിന്നില്ല കേട്ടോ, കാരണം കോള് വന്നു ഉടനെ പോയി. അതുവരേക്കും മുറ്റമുടി കാര്യങ്ങളിലായിരുന്നു. പിന്നെ ഞാനല്ല, അനന്തൂട്ടിനാണ് സ്കൂളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പാറുകുട്ടിനെ വിളിച്ചിട്ട് വരണത്. ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുള്ളൂ. അവനെ പ്രത്യേകിച്ച് ആരും കാണാനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്തത്. പോപ്പിക്കുട്ടിൻ്റെ കൂടെ ഇത്തിരി നേരം കളിക്കുക എന്നുള്ളത് സമയം പോകാനായിട്ട് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. പാവം എൻ്റെ പട്ടിക്കുട്ടനെ ഞാൻ കെട്ടിയിട്ടേക്കാണ് കേട്ടോ, വേറൊന്നുമില്ല. മഹാവികൃതിക്കുട്ടനായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എൻ്റെ ചെടിച്ചട്ടികളൊക്കെ തട്ടിപ്പൊട്ടിക്കുക, ചെടികളൊക്കെ വലിച്ചുറിച്ച് കളയുക, അങ്ങനെയുള്ള എന്താ പറയുക, അങ്ങനെയുള്ളത് മാത്രമല്ല ചെരുപ്പുകളൊക്കെ കടിച്ചു പൊട്ടിക്കുക, എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നിടുക. അങ്ങനെ പറമ്പിൽ എന്തൊക്കെയാണ് കിട്ടണത് അത് മുഴുവനും കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് അങ്ങനെയുള്ള കുറേ നല്ല കുൽസിത പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് അവനെ കെട്ടിയിടാതെ എനിക്ക് നിവർത്തിയില്ല. അഴിച്ചു വിട്ടാൽ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഏട്ടൻ്റെ ഷൂസൊക്കെ കടിക്കും. ഷൂസ് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ ചപ്പൽസും കടിക്കും. അത് കാരണം എൻ്റെ കുഞ്ഞുമോനെ ഞാൻ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവനോടൊപ്പമുള്ള കളി കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയായി.
ഞാൻ വേഗം പോയി കുളിച്ചു വന്നു. വിളക്ക് കൊളുത്താനുള്ള പരിപാടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പാറുമോള് സാധാരണ പാറുമോള് കൊളുത്താറുണ്ട്. ഇന്നിപ്പോൾ എന്നല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആകെ ക്ഷീണിച്ച് അവശതയായിട്ടാണ് പാറുവിൻ്റെ വരവ്. വന്നപാടെ ചായയും കുടിച്ചു, ഇത്തിരി ഭക്ഷണവും കഴിച്ചിട്ട് ആൾ കിടക്കുകയാണ്. പിന്നെ ത്രിസന്ധ്യ സമയത്ത് കിടക്കരുതെന്ന് ഞാൻ പറയും, എന്നാലും ഞാൻ കുറച്ച് നേരം കിടക്കുമായിരുന്നു. വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വിളക്ക് ഞാൻ എന്തായാലും കൊളുത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും പാറുമ്പോൾ അവിടെ എഴുന്നേറ്റു. കാരണം നല്ല ക്ഷീണമുണ്ട്, ഓവർ ടൈം നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ആൾ നല്ല ക്ഷീണത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ട്യൂഷനും പോയിട്ടില്ല. സ്കൂളിൽ നിന്ന് വന്നാൽ യൂണിഫോം പോലും മാറാനുള്ള സമയം ഇല്ലാതെയാണ് കേട്ടോ ആൾ കിടക്കണത്. പിന്നെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് വന്നതാണ്. 2 വഴക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഷിഞ്ഞ ഡ്രസ്സ് മാറാത്തതിന് വഴക്കും പറഞ്ഞു. ഇപ്പോൾ മാറാമേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേഗം പോയി മാറൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും തുളസിത്തറയിൽ വിളക്ക് ഞാൻ കൊളുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതും പോയി ഞാൻ കൊളുത്തിയതിന് ശേഷമാണ്. അപ്പോൾ നോക്കുമ്പോൾ പാറുക്കുട്ടിയുടെ ഫേസ് വാഷ് കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് കംപ്ലീറ്റ് കിടന്ന അന്വേഷണത്തിനാണ്. കൂട്ടത്തിൽ ഞാനും കൂടിയിട്ടുണ്ട്. ഇനി അത്താഴം ഒരുക്കണം, കൊടുക്കണം, കിടക്കണം. ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.